തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് സിറ്റി സർവീസ് നിർത്തിവെച്ചു. കിഴക്കേക്കോട്ടയിൽ KSRTC ബാരിക്കേഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിയത്. പ്രതിഷേധത്തിനെത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരെയും ഉടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാരിക്കേഡിൽ തീരുമാനമുണ്ടാകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും നിലപാട്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇതിപ്പോൾ നേരത്തെ ഒരു തീരുമാനപ്രകാരമാണ് നമ്മളിത് ഈ പറയുന്നത് ഒരു പാർട്ടീഷൻ വെച്ചത്. KSRTCയിലെ ഒരു തീരുമാനം. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇവിടെ കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടും കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അത് കളക്ടറോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനിക്കാം. കാരണം മോട്ടോർ വാഹന വകുപ്പിന് ഇതിനകത്ത് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ തീരുമാനം കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാം. പ്രൈവറ്റ് ബസ്സുകാർ സമരത്തിലാണ്. അവർ ബസ് സമരം ചെയ്യുന്നു, നോട്ടീസ് തന്നു എന്ന് പറയുന്നു. അപ്പോൾ അനന്തരം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ. അതിനകത്ത് വ്യക്തമായ രേഖകൾ KSRTCയുടെ കൈവശമുണ്ട്. KSRTC കരമടച്ച ഭൂമിയാണ് ഈ ബാരിക്കേഡ് തീർത്തിരിക്കുന്ന ഭാഗം വരെ ഉള്ളത്. ഇത് KSRTC സ്വന്തമായ ഭൂമിയാണ്. ഈ ഭൂമി സംരക്ഷിക്കുവാൻ ആവശ്യമായ ശക്തമായ നിലപാട് CI2 എന്ന നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുക്കും. ഇത് സ്വകാര്യ ബസ്സിനെതിരായിട്ടുള്ള സമരമായേ കാണണ്ട. ഇത് നമ്മുടെ ഭൂമി, KSRTCയുടെ ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വർഷങ്ങളായി ഇവിടെ ഈ ബാരിക്കേഡിന് പകരം വീൽ ഡിസ്കുകൾ അടക്കം വെച്ചുകൊണ്ട് ബാരിക്കേഡ് ഉണ്ടായിരുന്നു താൽക്കാലികമായി. അതിനെ മാറ്റിയിട്ട് സ്ഥിരമായ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് നാളിതുവരെ സ്വകാര്യ വാഹനങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവകാശവാദമായി വരുന്നത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ പറയുന്ന ഈസ്റ്റ് ബോർഡിലെ സ്റ്റാൻഡ് ഇന്നലെ വൈകുന്നേരം ഒരു ബാരിക്കേഡ് കൊണ്ടുവച്ച് തിരിച്ചിരിക്കുന്നു. ഇത് PW റോഡാണ്, KSRTCക്ക് അവകാശപ്പെട്ടതല്ല. ഈ ബാരിക്കേഡ് ഒന്ന് മാറ്റുകയും പ്രൈവറ്റ് ബസ്സിനെയും കൂടെ ഇതിനകത്ത് പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കിയും തരണം. PW റോഡിലാണ് ഈ പറയുന്ന KSRTC അതിക്രമിച്ച് ബാരിക്കേഡ് വെക്കുകയും ഈ ബാരിക്കേഡ് വെച്ചതിന്റെ നിമിത്തം ഒരുപാട് അപകടങ്ങൾ നടക്കുകയും ചെയ്തു. അത് ഉടനടി ബാരിക്കേഡ് മാറ്റുകയും പ്രൈവറ്റ് ബസ്സിനും കൂടെ ഈ സ്റ്റാൻഡിൽ പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണം. ബാരിക്കേഡ് സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പരിശോധനയിൽ വ്യക്തമായതായി സ്ഥലം സന്ദർശിച്ച എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. ബാരിക്കേഡ് മാറ്റുന്ന കാര്യം കളക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും RTO അറിയിച്ചു. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇതിപ്പോൾ KSRTCക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എന്തുകൊണ്ടാണ് KSRTC കടന്നത്? അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക് എന്നതാണല്ലോ ഇപ്പോഴത്തെ കണ്ടെത്തലായി വന്നത്. അപ്പോൾ എന്താകും തുടർ നടപടി? ഇതിൽ സിറ്റി സർവീസിന്റെ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് ഈ ഒരു ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. സീബ്ര ക്രോസ് പോലും ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ ബാരിക്കേഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 200 മീറ്ററോളം കിഴക്കേക്കോട്ടയിൽ ജനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വശത്തേക്ക് വേണ്ടി കയറുവാൻ വേണ്ടി കഴിയില്ല. ഒപ്പം സ്വകാര്യ ബസ്സുകൾക്കും ഇവിടേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സ്വകാര്യ ബസ് ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളികൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് ഇടപെടുകയും പ്രതിഷേധക്കാരിൽ ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. തൊട്ട് ഇപ്പുറത്ത് വശത്ത് KSRTCയുടെ CI2 വിഭാഗം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബാരിക്കേഡ് കൃത്യമായി ഇവരുടെ വസ്തുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് KSRTC അധികൃതർ ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ നമുക്ക് വ്യക്തമാണ്, ടാറിട്ട കൃത്യമായി റോഡിന്റെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥാപിച്ചത്. പക്ഷേ ഇത് ഇവരുടെ ഭൂമിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അല്പസമയം മുമ്പാണ് എൻഫോഴ്സ്മെന്റ് RTO ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായി ഇതിലൊരു തീരുമാനമുണ്ടാക്കും. കളക്ടർക്ക് ഇതിലുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ അറിയിപ്പ് നൽകും എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും ഇപ്പോഴും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തൊട്ടപ്പുറത്ത് ഈ KSRTC ജീവനക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ സംഘർഷം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പോലീസും വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് സ്വകാര്യ ബസ്സുകൾ പോകുന്നു. ഇവരുടെ ഭാഗത്ത് രേഖ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്ത് രേഖകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് ഈ റോഡ് ഫണ്ട് ബോർഡിന്റെ രേഖയുണ്ട്. ഈ റോഡ് ഒരു ഭാഗം പോലും KSRTC പതിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതായ തഹസീൽദാർ തന്ന രേഖയുണ്ട്. ഇവിടെ KSRTCക്ക് ഒരു ഭാഗം ഏതെങ്കിലും തരത്തിൽ തീരുമാനം എടുത്തിരുന്നു? കളക്ടർക്ക് ഞങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. 2016 എന്തെങ്കിലും തീരുമാനം? 2014 ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇത് ബാരിക്കേഡ് വെച്ചപ്പോൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി എടുത്ത തീരുമാനമുണ്ട്. എന്നാൽ ഈ ബാരിക്കേഡ് വെച്ചപ്പോൾ 2016 ഇത് ബാരിക്കേഡ് പൊളിച്ചു മാറ്റി വില്ലേജ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് പൊളിച്ചു മാറ്റുകയും വീണ്ടും 2-3 മാസം കഴിഞ്ഞ് വീണ്ടും അവർ സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, പൂർണ്ണമായ റോഡിനെ കെട്ടിയടച്ചിരിക്കുകയാണ്. PWD റോഡ് എങ്ങനെ ആര് കെട്ടിയടച്ചു? ആരുടെ ഉത്തരവ് പ്രകാരം?
ഇതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചോദിക്കുന്നത്. PWD റോഡാണ്, ഇതിൽ എങ്ങനെ ബാരിക്കേഡ്, താൽക്കാലിക ബാരിക്കേഡ് അല്ല, സ്ഥിരമായി വെൽഡ് ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബാരിക്കേഡാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് നീക്കണം എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി ഇല്ല, ഇവർക്ക് പ്രത്യേക സ്ഥലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് KSRTC വിഭാഗം ജീവനക്കാരടക്കം പറയുന്നത്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി KSRTC ബസ്സുകൾ ഇതിനകത്തേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിലവിലുണ്ടായിരിക്കുന്ന ഒരു തർക്കം, ബാരിക്കേഡുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.